നമസ്കാരം. ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നക്ഷത്ര പരമ്പരയിലെ 27ാമത്തെയും അവസാനത്തെയും നക്ഷത്രമായ രേവതിയുടെ 2026 വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വിദ്യയുടെയും ബുദ്ധിയുടെയും കാരകനായ ബുധൻ നക്ഷത്രാധിപനായി വരുന്ന രേവതിക്കാർക്ക് ഈ വർഷം എന്നത് വലിയ മാറ്റങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും വർഷമാണ്. ഈ വർഷം നിങ്ങൾക്ക് എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. മീനരാശിയിൽ ഉൾപ്പെടുന്ന രേവതി നക്ഷത്രത്തിന്റെ അധിദേവത സൂര്യഭാവമായ പുഷാവാണ്. മൃദുവായ സംസാര ശൈലിയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയും രേവതിക്കാരുടെ പ്രത്യേകതയാണ്. ബുധന്റെ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ കലകളിലും സാഹിത്യത്തിലും ഇവർക്ക് മികച്ച കഴിവുണ്ടായിരിക്കും. ഈ വർഷം രേവതി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് മികച്ച പുരോഗതി ഉണ്ടാകും. പ്രത്യേകിച്ച് ബാങ്കിംഗ്, അധ്യാപനം, IT എന്നീ മേഖലകളിലുള്ളവർക്ക് പ്രൊമോഷനും പുതിയ അവസരങ്ങളും ലഭിക്കും. സാമ്പത്തികമായി നില മെച്ചപ്പെടുകയും പുതിയ നിക്ഷേപങ്ങൾക്ക് അനുകൂല സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുമെങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഉദര സംബന്ധമായ അസ്വസ്ഥതകളിൽ അല്പം ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടും. ഭൂമി ഇടപാടുകളിൽ നിന്ന് ലാഭമുണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ തിരിച്ചെത്തും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. ഉദര സംബന്ധമായ അസുഖങ്ങളും ചർമ്മരോഗങ്ങളും ശ്രദ്ധിക്കണം. കൃത്യമായ ഭക്ഷണക്രമം പാലിക്കുന്നത് ഗുണം ചെയ്യും. രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഐശ്വര്യവും തടസ്സമില്ലാത്ത പുരോഗതിയും ലഭിക്കുന്നതിനായി അനുഷ്ഠിക്കേണ്ട പരിഹാരങ്ങളും മന്ത്രങ്ങളും താഴെ വിശദമായി നൽകുന്നു. 1. വിഷ്ണു ഭജനം. ബുധൻ നക്ഷത്രാധിപനായി വരുന്നതുകൊണ്ട് മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ കുളിച്ച് ശുദ്ധിയായി നിലവിളക്കിന് മുന്നിലിരുന്നോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ജപിക്കാം. വിഷ്ണു സഹസ്രനാമം ഒരു തവണ ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. ഇത് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങുകയും കുടുംബത്തിൽ ഐശ്വര്യം നിറയുകയും ചെയ്യും. ബുധനാഴ്ച വ്രതം. വിദ്യാ തടസ്സം മാറാനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. എല്ലാ ബുധനാഴ്ചകളും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാലയോ പാൽപ്പായസമോ വഴിപാടായി നൽകുക. പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ഇത് വിദ്യയിലും തൊഴിലിലും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. നക്ഷത്രമന്ത്രം ഭാഗ്യവർദ്ധനവിന്. നക്ഷത്ര ദേവതയായ പുഷാവിനെയും നക്ഷത്രത്തെയും പ്രീതിപ്പെടുത്താനായി ഓം രേവത്യൈ നമഃ എന്ന മന്ത്രവും ഓം പുഷ്ണേ നമഃ എന്ന മന്ത്രവും ദിവസവും 27 തവണയോ അല്ലെങ്കിൽ 108 തവണയോ ജപിക്കുക. ഇത് യാത്രകളിൽ വിജയം ലഭിക്കാനും ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകാനും ഇത് സഹായിക്കും. ദാനധർമ്മങ്ങൾ. ബുധനാഴ്ചകളിൽ പച്ചപ്പയർ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള വസ്തുക്കൾ ആവശ്യക്കാർക്ക് ദാനം ചെയ്യുക. ഇത് ജാതകത്തിലെ ബുധദോഷങ്ങൾ മാറാൻ ഇത് സഹായിക്കും. അപ്പോൾ ബുധന്റെ സ്വാധീനമുള്ള രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം പുതിയ നേട്ടങ്ങളുടെയും തുടക്കങ്ങളുടെയും വർഷമാണ്. വീഡിയോയിൽ പറഞ്ഞ പരിഹാരങ്ങളും മന്ത്രജപങ്ങളും ഭക്തിയോടെ പിന്തുടരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നക്ഷത്ര സംബന്ധമായ സംശയങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയുള്ള നമ്മുടെ നക്ഷത്ര പരമ്പരയിലെ വീഡിയോകൾ കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. മറ്റൊരു പുതിയ ജ്യോതിഷ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.